നമസ്കാരം. കൃഷിക്കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവിനെ പറ്റി അല്ല, മാവ് ഇങ്ങനെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ അതിനെ പറ്റിയിട്ട് ചെയ്യാം. ഒന്ന് കുറച്ച് വലുതാവട്ടെ വെച്ചിട്ടിരിക്കുകയാണ്. അല്ല, മാങ്ങ കുറച്ച് വലുതാവട്ടെ വെച്ചിട്ടിരിക്കുകയാണ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം. ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പുതിയ വീഡിയോ ചെയ്യാനുള്ള നമുക്കൊരു താല്പര്യം തോന്നണമെങ്കിൽ നിങ്ങൾ ലൈക്ക് കാര്യങ്ങൾ കിട്ടണം. ഇത് വെള്ള ഞാവലാണ് കേട്ടോ, വൈറ്റ് ഞാവൽ. ഇത് മുട്ടിട്ട് തുടങ്ങി, കായ്ച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ല മധുരമുള്ള സാധനമാണ് വൈറ്റ് ഞാവൽ. അപ്പോൾ ഇന്നത്തെ ആൾ ഇതാ ബ്രസീലിയൻ മൾബറിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത പുതിയ വീഡിയോകളൊക്കെ അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ മതി. അതിന് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞൊരു ബെൽ ബട്ടൺ വരും, അതൊന്ന് അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം വരും. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ബ്രസീലിയൻ മൾബറി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കവറിലായിരുന്നു നട്ടിരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്നൊരു ഗ്രോ ബാഗിലായിരുന്നു. അതൊരു 8 മാസമൊക്കെ ആകുമ്പോൾ മൾബറി നട്ടിട്ട് 8 മാസം കൊണ്ടൊക്കെ നമുക്ക് കായ ഉണ്ടായി. ആദ്യം 10-12 കായ ആദ്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ടൊരു അത് നമ്മൾ കഴിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോഴേക്കും 2 കായൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട് വീഡിയോ ചെയ്യുമ്പോഴേക്കും. ഇത്തവണ എന്തായാലും നമുക്ക് സമൃദ്ധമായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 1.5 വർഷം പ്രായം ഉണ്ടാവും മൾബറിക്ക്. ഇത് ആ കവറിലുണ്ടായിരുന്നത് ഞാൻ പിന്നെ ഒരു ഡ്രമ്മിലേക്ക് മാറ്റി. കവറിലാകുമ്പോഴേക്കും നമുക്ക് നനയ്ക്കുമ്പോൾ ഒക്കെ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ച് പോലും പല വർഷങ്ങളാണ് അതിൻ്റെ വക്ക് ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. അല്ലേ, വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ മടങ്ങിപ്പോവും. അതുകൊണ്ട് ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഈ ഇങ്ങനെ മടങ്ങിയിരുന്നു. നമ്മളിത് നിർത്തിയിട്ട് വെള്ളം ഒഴിക്കുമ്പോഴേക്കും വെള്ളം വീഴുകയോ അത് പിന്നെ ചുളുങ്ങിയിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഓരോ ഡ്രമ്മിലേക്ക് മാറ്റി നടാനുള്ള ഐഡിയയിലാണ്. അതിനിപ്പോൾ ഈ ഡ്രമ്മുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് മാവൊക്കെ നമുക്ക് പല തൈകളുണ്ട് ഇവിടെ, അതൊക്കെ ഡ്രമ്മിലേക്ക് നടാനുള്ള പരിപാടിയിലാണ് ഞാനുള്ളത്. ഇത് എവിടുന്നാണ് കിട്ടിയെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഡ്രം എവിടുന്നാണ് കിട്ടുക എന്നൊക്കെ ഉള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അതെന്താ എവിടുന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ ഒറ്റപ്പാലത്തൊരു ഹോസ്പിറ്റലുണ്ട്, അശ്വിനി ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ പല ആസിഡോ എന്തൊക്കെ കൊണ്ടുവരുന്ന 50 ലിറ്ററിൻ്റെ ക്യാനുകളാണ്. അപ്പോൾ അതവിടെ നിന്ന് അങ്ങനെ കിട്ടി. ചില ഹോസ്പിറ്റലുകൾ അവിടെ എടുക്കുന്നുണ്ടാവും. പിന്നെ ഇതൊക്കെ നമുക്ക് ഹാർഡ്വെയർ കടയിലൊക്കെ കിട്ടുന്നതാണ്, ഓയിലിൻ്റെ ഡ്രമ്മൊക്കെ. അപ്പോൾ അതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നടാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നട്ടതിൻ്റെ രീതി എന്ന് ആദ്യം പറയാം. ഡ്രമ്മ് കട്ട് ചെയ്യുക, മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് തുല്യ അനുപാതത്തിൽ മിക്സ് ചെയ്യുക. ഡ്രമ്മിന് 2-3 ഹോള് കൊടുക്കുക. ഏറ്റവും താഴെ കൊടുക്കരുത്, ഇങ്ങനെ സൈഡിൽ കൊടുക്കുകയാണ് കൂടുതൽ നല്ലത്. 3 ഹോള് ഒക്കെ കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് വന്നിട്ട് ഈ ഹോള് അടയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ ഡ്രമ്മിൽ വെള്ളം കെട്ടി നിൽക്കും, തൈ ചീഞ്ഞ് പോവും. ആദ്യത്തെ ഞാൻ വീഡിയോയിൽ 1 ഹോള് കൊടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 1 പോരാ, ഒരു 2-3 കൊടുക്കുകയാണ് കൂടുതൽ നല്ലതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു തൈ നമ്മളെ ഡ്രമ്മിൽ നിന്ന് ചീഞ്ഞ് പോയപ്പോഴാണ് അത് പിടികിട്ടിയത്. പിന്നെ നേരെ അടിയിൽ കൊടുക്കുന്നതിനേക്കാളും നല്ല ഈ സൈഡിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വളത്തിൻ്റെ ഗുണങ്ങളൊക്കെ വലിച്ചു വന്ന് കുറച്ച് കുറയും. അപ്പോൾ അങ്ങനെ ഹോളൊക്കെ കൊടുത്ത് ഡ്രമ്മ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ഇതിൽ കുറച്ച് നിറയ്ക്കുക. അത് കഴിഞ്ഞ് തൈ ഇതിൽ നടുക. ഒട്ടിച്ച തൈയാണെങ്കിൽ ആ ബെഡ് ചെയ്ത ഭാഗം മൂടാണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ വരെ മണ്ണ് വീഴത്തക്കത് എന്നുവെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകാത്ത രീതിയിൽ ഡ്രമ്മിൽ നടുക, മണ്ണിട്ട് ഫില്ല് ചെയ്യുക. ഇത്ര തന്നെ പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മാസത്തിലൊരിക്കലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം ചെയ്ത് കൊടുക്കണം. സൂപ്പർ മീലാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് എന്ത് വളം വേണമെങ്കിലും ചെയ്യാം. പിന്നെ നിത്യം നനയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കാനുള്ളൂ. പിന്നെ 18 എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വളം ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഇത് ഇട്ട് കൊടുക്കാറുണ്ട്, വളരെ കുറച്ച്. വേണമെങ്കിൽ ചെയ്യാം, നല്ലത് തന്നെയാണ് കൂടുതൽ കായ്ക്കാനൊക്കെ. ഇതിനിപ്പോൾ നമ്മൾ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്വതവേ ആദ്യമൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് വളം ചെയ്യാറൊന്നുമില്ല. എന്നാലും നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ കായ്ക്കുന്ന കുറവൊക്കെയാണ്. ഒരു തൈക്ക് ഉഷാറില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് 18 എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് വളം ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് കായ്ക്കാൻ വേറൊരു ടെക്നിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പ് വെട്ടി കൊടുക്കുക. ഇത് ഇവിടുന്ന് വന്നൊരു കൊമ്പാണ്. ഈ കൊമ്പ് വെട്ടിയിട്ടില്ലെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഞാൻ വെട്ടി കൊടുത്തതാണ്, കണ്ടറിയാം. വെട്ടിയിട്ടില്ലെങ്കിൽ നേരെ ഇങ്ങനെ പോവും. അതിൻ്റെ തലയ്ക്കിൽ 2-3 കായ ഉണ്ടാവും.
അതാണ് സ്വതവേ ഉണ്ടാവുക. എന്നാൽ ആ കൊമ്പങ്ങ് വെട്ടിയതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു 5-6 ശിഖരം ഇതിൻ്റെ അടിയിൽ നിന്ന് തെഴുത്തുന്നു. എല്ലാത്തിലും 3-4 കായ അല്ലേ. അപ്പോൾ കൊമ്പ് വെട്ടി കൊടുക്കുന്നത് നല്ലൊരു പരിപാടിയാണ്. കൊമ്പ് വെട്ടി കൊടുത്താലാണ് നന്നായിട്ട് കായ്ക്കുക അല്ലേ. എല്ലായിടത്തും ഇതാണ് വെട്ടിയതാണ്. വെട്ടുന്തോറും ഇങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ കൊമ്പ് ഇതിങ്ങനെ തെഴുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. തെഴുപ്പിങ്ങനെ വരാൻ നിൽക്കുകയാണ് ഇവിടെയൊക്കെ. പക്ഷെ അത് ഈ കൊമ്പ് തല കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവിടെ തെഴുപ്പ് വരുള്ളൂ. ഇങ്ങനെ തെഴുപ്പ് ഈ തല വേണമെങ്കിൽ നമുക്ക് നുള്ളി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കായ ഇവിടെ നിന്ന് പഴുത്തോളും. ഈ തെഴുപ്പുകളൊക്കെ വേഗം പുതിയ തെഴുപ്പായി തളിർത്ത് വരും. അപ്പോൾ അതിലൊക്കെ കായ ഉണ്ടാവും. ഈ കൊമ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ തെഴുപ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, അത് പൊങ്ങി വരില്ല. പാകിസ്ഥാൻ മൾബറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേറൊരു പേരും ഉണ്ടെന്നാണ് ഇപ്പം മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയൊക്കെ പല സ്ഥലത്തും കണ്ടു നഴ്സറികളിലൊക്കെ. ബ്രസീലിയൻ മൾബറി എന്നുള്ള പേരിലാണ് ഞാൻ വാങ്ങുമ്പോൾ ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അവർ നഴ്സറിക്കാർ പല പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തൈയാണെന്നുള്ള ധാരണയിൽ നമ്മൾ പോയി വാങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് പല പേരും ഇതൊക്കെ മാറ്റി എന്നൊക്കെ വരും. ചിലർ പിന്നെ അറിയാത്തതുകൊണ്ടും പല പേരിലും പറയും. അപ്പോൾ എന്താ ഇതിൻ്റെ സത്യമായിട്ടുള്ള പേരെന്ന് അറിയില്ല. എന്ത് പേരായാലും കുഴപ്പമൊന്നുമില്ല. ഈ സാധനം ഈ ഇലയും വലിയ ഇലയായിരിക്കും. കായൊക്കെ കണ്ടാൽ ഞാൻ മനസ്സിലാവുമല്ലോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് പഴുത്തു. ഇപ്പോൾ ചുവന്നറായി. ഇപ്പോൾ തന്നെ മധുരം പിടിച്ചിട്ടുണ്ടാവും. ഇന്ന് വേണമെങ്കിൽ പറിക്കുകയൊക്കെ ചെയ്യാം. നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല കടും കറുപ്പ് നിറവും. അതാണ് നല്ല പഴുപ്പ് ആയിക്കഴിഞ്ഞാൽ ഒരു കറുത്ത കളറാണ് വരിക. നല്ല ടേസ്റ്റ് ആവും അപ്പോഴേക്കും. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ പറിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നിലത്ത് വീഴും. നിലത്ത് വീണാൽ ഉറുമ്പ് കൊണ്ടുപോകും. ഉറുമ്പിന് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. നല്ല മധുരമുള്ളതാണ്. ചില ആളുകൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ പലർക്കും പറിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അപൂർവം ചിലർ പറയും വേണ്ട, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഒരു മൾബറീൻ്റെ ഒരു ടേസ്റ്റും നല്ല മധുരമൊക്കെയാണ്. എന്നാൽ ഒരു മൾബറീൻ്റെ ടേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപൂർവം ചിലർക്ക് ഇഷ്ടപ്പെടാതെയുണ്ട്. എന്നാലും നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇഷ്ടം പോലെ കാഴ്ചയുണ്ട്. പിന്നെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ചല്ല പഴുക്കുക, നല്ല മെല്ലെയാണ് പഴുക്കുക. അതുകൊണ്ട് നമുക്ക് കുറേ ദിവസത്തേക്ക് കായ കിട്ടും. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ കായ പറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൊമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പുതിയ തെഴുപ്പ് വന്ന് അടുത്ത കായ ഉണ്ടാവും. ഇത് സീസണൊന്നുമില്ല, എപ്പോഴും കായ്ച്ചുകൊണ്ട് തന്നെയാണ്. അതൊക്കെയാണിപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയൊക്കെ. എന്നാൽ പിന്നെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ശരി.